ഇപ്പം വീട് പണിയുമ്പോൾ ഇന്റീരിയർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ മാം, നമ്മൾ വീട് പണി ഇപ്പോൾ ആക്ച്വലി മാം വീട് പണിയാൻ പോകുമ്പോൾ ഇൻറ്റീരിയർ ചെയ്യണം നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ ഒരു ബേസിക് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഫ്ലോർ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് ബെഡ്റൂംസ് മോഡേൺ ഇപ്പോൾ എല്ലായിടും നമ്മൾ ഓപ്പൺ കിച്ചൺസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രിക്കൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. അപ്പം മാം ഒരു പ്ലാസ്റ്ററിങ് സ്റ്റേജാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ട്, കുറേ കുത്തിപ്പൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് മാമിന് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടാണ്. ആദ്യം ഇൻറ്റീരിയർ ചെയ്യാൻ മാമിന് പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റിൽ തന്നെ നമ്മുടെ അടുത്ത് നമുക്ക് പ്ലംബിങ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ ഇഷ്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സാർ ഒരു മാസ്റ്റർ ബെഡ്റൂം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി പ്ലാസ്റ്ററിങ് കഴിഞ്ഞൊരു ഒരു കോമൺ ആൾക്കാർ ചെയ്യുന്ന വെച്ചാൽ ഒരു ക്രോസ് വിൻഡോ ആയിരിക്കും നമുക്ക് ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്കൊരു ഹെഡ് ബോർഡ് ഇടുമ്പോൾ ഒരു വോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല. മാസ്റ്റർ ബെഡ്റൂം അറിയില്ല മാം, നമുക്കൊരു പ്രാധാന്യമേറുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കിങ് സൈസ് ബെഡിൻ്റെ നമുക്കൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിൽ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ക് വാൾ ഫുള്ളായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ലൈറ്റ് പോയിൻറ്റ്സ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ TV യൂണിറ്റ്, പിന്നെ നമുക്ക് ഡൈനിങ് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം. അതായിരിക്കും ആദ്യമേ പ്ലാൻ ചെയ്ത് പിന്നെ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺജഷൻ ഫീലിംഗ് ഉണ്ടാകും. പിന്നെ നമുക്കൊരു കുത്തിപ്പൊളിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം, മനസ്സിലാവും. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ പ്ലാനിങ് സമയത്ത് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യാണ് ഏറ്റവും നല്ലത്.